മുഖ്യമന്ത്രി പിന്നെ മലയ്ക്ക് കയറാഞ്ഞെന്ത് മുഖ്യമന്ത്രി മല കയറാഞ്ഞത് അദ്ദേഹത്തിനോട് അല്ല ഇത് ഉദ്ഘാടനം ചെയ്തിട്ടൊക്കെ പോയല്ലേ അദ്ദേഹത്തിന് വേറെ ജോലിയുണ്ട്. എന്നാലും ഈ സംഗമമൊക്കെ അടയ്ക്കുമ്പം ഒന്ന് ഇരുമുടി കെട്ടും കെട്ടി പളനി അയ്യപ്പനെ സന്ദർശിച്ചുകൂടായിരുന്നു. അല്ല ചെയ്യായിരുന്നു, പക്ഷെ അദ്ദേഹത്തിനോട് പോയി ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ചെയ്യുമ്പോഴല്ലേ ഒരു ഭക്തജനങ്ങൾ. താങ്കളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം മല കയറിയിരുന്നെങ്കിൽ നമുക്ക് കൂടെ അദ്ദേഹത്തിനോട് കയറായിരുന്നു മല. നിങ്ങൾക്ക് കൂട്ടത്തിൽ കയറാൻ നല്ല കളി, നല്ല കർമ്മ. അപ്പൊ അദ്ദേഹം തിരക്കൊണ്ടായിട്ട് പോയതാണ്. അപ്പൊ ഇനി അടുത്ത വൃശ്ചിക ചെറുപ്പിനും വരുമായിരിക്കും മല കയറാൻ. അപ്പൊ മല കയറാനേ വൃശ്ചിക ചെറുപ്പിനും. അതായത് നമ്മളെ ഈ ഭക്തജനങ്ങളെല്ലാം പ്രതീക്ഷയെ ഈ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇനി വികസിക്കുന്ന ഈ സംഗമം കൊണ്ട് ഭക്തജനങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിക്കും. ഉറപ്പല്ലേ? എന്താ സംശയിക്കുന്നത്? അതിപ്പോ ഇത് കഴിഞ്ഞ ഡിസ്കഷൻ വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാം. കാരണം അതിൻ്റെ ഒരു ആൾക്കാരുടെ തിരക്ക് കൂടുന്നതനുസരിച്ച് അവരുടെ അയ്യപ്പൻ്റെ ശബരിമലയിലേക്ക് വരുന്ന വഴികളുടെയൊക്കെ ചില ഡൈവേർഷൻസും അതുപോലെ ഡെവലപ്മെൻറ്റ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മല കയറാനുള്ള സൗകര്യം ഉണ്ടാകും. ഉടനെ തന്നെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും. പിന്നെ അപ്പോൾ എന്തായാലും പൂർണ്ണമായിട്ടൊരു വിജയമാണ് ഇന്നത്തെ സംഗമം. തീർച്ചയായിട്ടും ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. ഡെവലപ്പ് ഉണ്ടാകണം. ചോദ്യങ്ങളല്ല നമ്മൾ ചോദിക്കുന്നതിന് ഡെവലപ്പിന് വേണ്ടിയാണ്. അതന്നെ ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്നായി പറയുന്നത്. ആൾക്കാർ പുറകെ കിടന്ന് തള്ളുക അകത്ത് കയറാൻ ഒരു പ്രശ്നമില്ല. ഇഷ്ടം പോലെ 5000-6000 പേർക്കാണ് ഊണ് തയ്യാറാക്കിയത്. അയ്യപ്പ സംഗമം കംപ്ലീറ്റ് വിജയം. പിന്നെ അതാണ് പിണറായി വിജയൻ.